സോ ഇന്നത്തെ സെഷനിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഫുജിഷ്ക ERPയുടെ വാൻ ആപ്പിൽ ഒരു സെയിൽസ് ക്രിയേറ്റ് ചെയ്യുന്നുള്ളതാണ്. സോ ആദ്യം തന്നെ നമ്മൾ ലോഗിൻ ചെയ്യുമ്പോൾ നമുക്കിവിടെ സെയിൽസ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കാണാം. ഓൾറെഡി ചെയ്തു വെച്ചിട്ടുള്ള സെയിൽസ് നമുക്കിവിടെ അവൈലബിൾ ആയിരിക്കും. ഇവിടെ പ്രിൻറ്റിൻ്റെ ഓപ്ഷനും ഉണ്ട്. ഇനി നമ്മൾ ന്യൂ സെയിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ പേയ്മെൻറ്റ് ടൈപ്പ് ഏതാണോ അത് മീതെ സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ നമുക്ക് കസ്റ്റമർ നെയിം ഒന്നില്ലെങ്കിൽ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ കസ്റ്റമറിനെ നമുക്ക് മാനുവലായിട്ട് സെർച്ച് ചെയ്തെടുക്കാം. സോ വൺസ് നമ്മളത് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്കിവിടെ ഇൻവോയ്സ് ടൈപ്പ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ പേയ്മെൻറ്റ് ടൈപ്പ് നേരത്തെ പറഞ്ഞ പോലെ മീതെ നമുക്ക് അവൈലബിൾ ആണ്. അതിനുശേഷം നമ്മൾ ആഡ് ഐറ്റം കൊടുക്കാം. ഇനി പ്രൊഡക്റ്റ് നമുക്ക് ഒന്നില്ലെങ്കിൽ ബാർകോഡ് സ്കാൻ ചെയ്യാം, അല്ലെങ്കിൽ ബാർകോഡ് അല്ലെങ്കിൽ പ്രൊഡക്റ്റ് കോഡ് വെച്ചിട്ട് സെർച്ച് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് മാനുവലായിട്ട് പ്രൊഡക്റ്റ് ബ്രൗസ് ചെയ്തെടുക്കാം. സോ ഇപ്പോൾ ഞാനിവിടെ 7up എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്രൊഡക്റ്റ് ഒന്ന് ആഡ് ചെയ്യാണ്. നമുക്കിവിടെ ഐറ്റം ക്വാണ്ടിറ്റി എത്രയാണോ വേണ്ടത് അത് ഇവിടുന്ന് എഡിറ്റ് ചെയ്ത് ആഡ് ചെയ്യാം. അതുപോലെ തന്നെ ഏതൊരു യൂണിറ്റിലാണ് നമുക്ക് വിൽക്കേണ്ടത്, ഇപ്പോൾ ബോക്സിലാണോ പീസിലാണോ എന്നുള്ളത് അതും സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഐറ്റം ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ഐറ്റം ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇനി നിങ്ങൾക്ക് കസ്റ്റമർ വൈസ് ഡിസ്കൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കത് വെബിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു ഡിസ്കൗണ്ട് ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അപ് ടു ആ ഒരു % ആയിരിക്കും നമുക്ക് ഡിസ്കൗണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം ആഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു പ്രൊഡക്റ്റ് നമ്മുടെ ലിസ്റ്റിലേക്ക് ആഡ് ആയിട്ടുണ്ട്. സോ വൺസ് അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സേവ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു സെയിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ റിപ്പോർട്ട്സിൻ്റെ സെക്ഷനിൽ പോകുന്ന സമയത്ത് നമ്മൾ താഴെ വരിക. റിപ്പോർട്ട്സിൽ പോയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ സെയിൽസിൻ്റെ സമ്മറി റിപ്പോർട്ട് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മളുടെ ടോപ്പ് ഷീറ്റ് റിപ്പോർട്ടും അവൈലബിൾ ആണ്. നമുക്കിതിൽ ടോപ്പ് ഷീറ്റ് റിപ്പോർട്ട് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആ ഒരു സെയിൽസിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിരിക്കും. സോൾഡ് ക്വാണ്ടിറ്റി എത്രയാണ്, ടോട്ടൽ സെയിൽസ്, ക്രെഡിറ്റിൽ എത്ര ഉണ്ട്, ക്യാഷിൽ എത്ര ഉണ്ട് എന്നുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൽ അവൈലബിൾ ആയിരിക്കും. പിന്നെ നമുക്ക് സെയിൽസ് സമ്മറി റിപ്പോർട്ടാണ്, ഇത് ഒരു ബ്രീഫായിട്ടുള്ള റിപ്പോർട്ടാണ് വരുന്നത്. സോ ഇത്രയാണ് നമുക്ക് സെയിൽസിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ വാൻ ആപ്പിൽ പറയാനുള്ളത്.